നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വരാനിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ പെരുമഴക്കാലം. ഇക്കൊല്ലവും കേരളത്തിൽ മഴ ശക്തമായി മഹാപ്രളയത്തിനും മഹാദുരന്തങ്ങൾക്കും സാധ്യതയേറെയാണ്. 2018 സമാനമായ മഹാപ്രളയം മാത്രമല്ല, കുട്ടിക്കൽ, പൂത്തുമല, പെട്ടിമുടി എന്നിവിടങ്ങളിൽ സംഭവിച്ച ഭയാനകമായ ഉരുൾപൊട്ടലുകളും ഒക്കെയുള്ള സാഹചര്യങ്ങളിലേക്കാണ് പെരുമഴയുടെ വരവ്. മഴ ശക്തമായാൽ അണക്കെട്ടുകളിൽ അതിവേഗം ജലനിരപ്പ് ഉയരും. ചെറിയ അണക്കെട്ടുകൾ മഴയുടെ ആദ്യഘട്ടത്തിൽ തന്നെ തുറന്നുവിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. മുൻ വർഷങ്ങളേക്കാൾ ശക്തമായ മഴ പെയ്യും എന്നത് മാത്രമല്ല, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മേഘസ്ഫോടനത്തിനുള്ള സാധ്യതയും ഏറെയാണ്. ഇടിമിന്നൽ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങി ഭയാനകമായ സാഹചര്യങ്ങളെയാണ് കാലവർഷം മുന്നിൽ കാണുന്നത്. കേരളം ഭയാനകമായ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പിടിയിലായിരിക്കെ ഇക്കൊല്ലം കാലവർഷം ഈ മാസം 31-ന് എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഒരു പക്ഷേ കാലവർഷം 2 ദിവസം മുന്നിലാകാം, അതല്ലെങ്കിൽ 2 ദിവസം കൂടി മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. ഇക്കൊല്ലം ഏപ്രിൽ, മെയ് മാസങ്ങളിലുണ്ടായ അതിഭയങ്കര ചൂടിന് പിന്നാലെ കേരളത്തിൽ അതിശക്തമായ മഴയായിരിക്കും വരും മാസങ്ങളിൽ ഉണ്ടാവുക. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അപ്രതീക്ഷിതമായി വൻ മഴയുണ്ടാവുകയും വൻ നാശം വിതയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് സംഭവിക്കുക. പ്രവചനാതീതമായ കാലാവസ്ഥാ മാറ്റത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചെങ്കിലും മഴ ശക്തമായില്ല. എന്നാൽ മടിച്ചു നിന്ന മഴ വരും ദിവസങ്ങളിൽ തകർത്തു പെയ്യുമെന്നാണ് നിരീക്ഷണം. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിരിക്കുന്ന ന്യൂനമർദ്ദം അതിശക്തമായ മഴയായി കേരളത്തിൽ പെയ്തു തുടങ്ങും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വലിയ അളവിൽ മഴ കിട്ടുമെങ്കിലും ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഇക്കൊല്ലവും അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ സംഭവിച്ചേക്കാം. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പാറ ഖനനവും അശാസ്ത്രീയ നിർമ്മാണങ്ങളും ഒക്കെയാണ് പല പ്രദേശങ്ങളിലും വിനയായി മാറിയിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് കേരളം നേരിടുന്ന മറ്റൊരു പ്രധാന പരിമിതി. നാളെ മുതൽ കേരള തീരത്തെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് കാലവർഷത്തെ വേഗത്തിലാക്കുന്നതാണ് പതിവ് രീതി. അങ്ങനെയെങ്കിൽ മെയ് 25-ന് തന്നെ കേരളത്തിൽ കാലവർഷം ആരംഭിക്കാനാണ് സാധ്യത. ഒരാഴ്ചയായി സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം വ്യാപക മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വടക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ അടുത്ത 5 ദിവസം കൂടി മഴയും ഇടിയും മിന്നലും കാറ്റോട് കൂടിയ മഴ ഉണ്ടാകും. അതേസമയം പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ കേരളം ഇപ്പോഴും തയ്യാറെടുത്തിട്ടില്ല എന്നതാണ് മഴക്കാലത്തിന് മുന്നോടിയായുള്ള പ്രധാന വീഴ്ച. തെക്ക് പടിഞ്ഞാറൻ കാലവർഷ മേഘങ്ങൾ ഞായറാഴ്ച തന്നെ ആൻഡമാൻ ദ്വീപിലെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാളെ എല്ലാ ജില്ലകളിലും അതിശക്തമോ തീവ്രമോ ആയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പറയുന്നു. തെക്കൻ തമിഴ്നാടിനും മധ്യ മഹാരാഷ്ട്രയ്ക്കും മുകളിൽ ചക്രവാത ചുഴിയുണ്ട്. അറബിക്കടലിലും നാളെ മുതൽ ശക്തമായ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ മഴയുടെ ഘടന അപ്പാടെ മാറി മറിയുകയാണ്. മെയ് 5-നും ജൂൺ 5-നും ഇടയിൽ കാലവർഷത്തിന്റെ വരവെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷം 2023 ജൂൺ 8-നാണ് കാലവർഷം കേരളത്തിലെത്തിയത്. എന്നാൽ ഒരാഴ്ച പെയ്ത ശേഷം കാലവർഷം ഓഗസ്റ്റ് ആദ്യവാരം വരെ കേരളത്തിൽ വിട്ടുനിൽക്കുകയും ചെയ്തു. എന്നാൽ ഇക്കൊല്ലം തുടക്കം മുതൽ ശക്തമായ മഴ 2 മാസത്തോളം തിമിർത്തു പെയ്യുമെന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. ലാനിന പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴ ഇന്ത്യയിൽ കിട്ടുമെന്ന് മുന്നറിയിപ്പുണ്ട്. 1972 ജൂൺ 18-നാണ് കേരളത്തിൽ കാലവർഷം എത്തിയത്. ഇതാണ് ഏറ്റവും വൈകിയെത്തിയ കാലവർഷം. ഇത്തവണ കേരളത്തിൽ മുൻപ് ഒരിക്കലും സംഭവിക്കാത്ത വിധം വേനൽ ശക്തമായിരുന്നു. കേരളത്തിൽ താപനില 40 ഡിഗ്രി വരെ ഉയർന്നു. ഇന്ത്യയിലെ പലയിടങ്ങളിലും അതിതീവ്ര ചൂടാണ് രേഖപ്പെടുത്തിയത്. പല സംസ്ഥാനങ്ങളിലും 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരുന്നു. ജൂൺ 1-നാണ് കേരളത്തിൽ സാധാരണ കാലവർഷം എത്തുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ 4-ന് കാലവർഷം എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പ്രവചിച്ചിരുന്നത്. എന്നാൽ അന്ന് 4 ദിവസം വൈകി ജൂൺ 8-ഓടെയാണ് മഴ എത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.